ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ താരമായ ലാലേട്ടന്റെ രാവണപ്രഭു ഇന്നലെയായിരുന്നല്ലോ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് സിനിമ കൂടിയായ തിയേറ്ററുകളിലെ 5ാമത്തെ റീ റിലീസും ആരാധകർ ആവേശമാക്കി ആഘോഷമാക്കി മാറ്റിയ അതേ രാവണപ്രഭുവിന്റെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കേരള കളക്ഷനും 2ാം ദിവസമായി ഇന്നത്തെ ശനിയാഴ്ച കേരള പ്രീ സെയിൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ടും വന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിച്ചതുപോലെ 70 ലക്ഷത്തിലേക്ക് പ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ആദ്യത്തെ റീ റിലീസ് സിനിമ കൂടിയ 4K സിനിമ സ്ഫടികത്തിന് ശേഷം ഒരു മലയാളം റീ റിലീസ് സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷനാണ് രാവണപ്രഭു നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ ദിവസത്തെ കളക്ഷനോടെ തന്നെ മിന്നും ബോക്സ് ഓഫീസ് തുടക്കം നേടിയെടുത്ത രാവണപ്രഭു ആദ്യ ദിവസം മാത്രം തിയേറ്ററുകളിൽ കളിച്ച് കളം വിടാനായിട്ട് ഒരുങ്ങുന്നില്ല. ഇന്ന് 2ാം ദിവസം സിനിമയ്ക്ക് 29 ലക്ഷം കേരള പ്രീ സെയിലാണ് ശനിയാഴ്ച ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസം 70 ലക്ഷം കേരള കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ രാവണപ്രഭു 2ാം ദിവസം ഇനി മികച്ച കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പിക്കാം. മണിക്കൂറിൽ ഇതിനോടകം തന്നെ പല മണിക്കൂറിൽ നിന്ന് പുതിയ സിനിമകളുടെ ഇതുപോലെ 1000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചാണ് രാവണപ്രഭു മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്ക്രീനുകൾ ഇന്നും നാളെയും സിനിമയ്ക്ക് കേരളത്തിൽ ലഭ്യമായി വരുന്നുവെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു പ്രമുഖ ഫാൻസ് ഒരു വിജയം റീ റിലീസിലൂടെ തായോ എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ആരാധകർ അവരുടെ 5ാമത്തെ വിജയവും ലാലേട്ടൻ്റെ റീ റിലീസ് സിനിമ വഴി നേടിക്കൊടുക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.